സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകാൻ സാധ്യത. 22-ാം തീയതിയോടെ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടും. ഇന്ന് 3 ജില്ലകളിൽ അലർട്ടുകളുണ്ട്. വൈകിട്ടോടെ വിവിധ ജില്ലകളിൽ മഴ ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു. അതോടൊപ്പം അതിശക്തമായ ചുഴലിക്കാറ്റിന്റെ ദൃശ്യങ്ങളും വാർത്തയുമുണ്ട്. ഡീറ്റെയിൽ ആയി വിവരങ്ങളെല്ലാം നോക്കാം. എല്ലാ ദിവസവും അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. കൂടുതൽ ആളുകൾക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം. ഇന്ന് നവംബർ 18 തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. മഴ ശക്തമായി ചില പ്രദേശങ്ങളിൽ ലഭിക്കുന്നു. വരും മണിക്കൂറിൽ തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മഴയ്ക്ക് സാധ്യത. അതേസമയം ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതരെ കേന്ദ്ര സർക്കാർ അവഗണനയിൽ. LDF, UDF ഈ വരുന്ന 19-ന് നാളെ വയനാട് ജില്ലയിൽ ഹർത്താൽ നടത്തും. ദുരന്തം നടന്ന് 112 ദിവസം പിന്നിട്ടിട്ടും ഏത് വിഭാഗത്തിലാണ് ഇത് ഉൾപ്പെടുത്തുന്നത് എന്ന തീരുമാനം പോലും കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് ആക്ഷേപം. LDF, UDF സംയുക്ത ഹർത്താൽ ആയതിനാൽ ശക്തമാകാനാണ് സാധ്യത. അതോടൊപ്പം 20-ാം തീയതി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്.